എന്ന അതേ അൽമനാറിൽ അതേ ലേഖനം ഒന്നുകൂടെ കൊടുക്കാൻ കഴിയുമോ? അതിപ്പോ കഴിയില്ല. അബ്ദുറഹ്മാൻ സലഫിന്റെ ഓർഡർ എന്താ അറിയോ? ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ വേണം. അതിൽ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ, ആദർശപരമായ അച്ചടക്കം പാലിക്കണം. ഇനി ഈ വക വിഷയമൊന്നും പറയാൻ പോണ്ടാണ്. എന്താ കാരണം മൂപ്പര് പറഞ്ഞത്? ഇതിപ്പോ നമ്മൾ സിഹിർ ഉണ്ട് എന്ന് മറ്റില്ല എന്ന് പറയും, പിന്നെ നമ്മൾ ഉണ്ട് പറയും, അപ്പൊ അത് പ്രശ്നമാകും. തൽക്കാലം മിണ്ടണ്ടാണ്. ഇങ്ങനെയുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഗതികേട്? ഉണ്ടെങ്കിൽ ഉണ്ട് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ, അത്രയല്ലേ ഉള്ളൂ. ഉണ്ട് എന്നാണ് സത്യം എങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, ഇല്ല എന്നാണ് സത്യം എങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. കാരണം എന്താ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളുമായി സമസ്തക്കാരെ പിന്നാലെ വരും. കാരണം ജിന്നും മലക്ക് അബോധികാന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ചോദിക്കും, സിഹിർ ഉണ്ടാകണമെങ്കിൽ സിഹിർ ശൈത്താൻ ഉണ്ടാവണ്ടേ, ശൈത്താൻ ഇടപെടണ്ടേ. അപ്പൊ അബോധികമായി ശൈത്താനും ഇടപെടുമോ? അപ്പൊ നിങ്ങളല്ലേ 100 കൊല്ലം പറഞ്ഞു അബോധികമായി അള്ളാഹു മാത്രമേ ഇടപെടുള്ളൂ എന്ന്, അത് പൊളിഞ്ഞില്ലേ? അപ്പൊ ഉണ്ട് എന്നാ പ്രശ്നം. ഇല്ല എന്ന് പറഞ്ഞാലോ? ഇല്ല എന്ന് പറഞ്ഞാൽ ചോദ്യം വെച്ച് അപ്പോഴും വരും മുസ്ലിയാക്കന്മാർ. ചോദ്യം വേറെ എന്താ ചോദ്യം വരിക? ഖുർആനിലുണ്ടല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്, ഖുർആനിലുണ്ടല്ലോ ഹദീസിലുണ്ടല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, ബുഖാരിയിലുണ്ടല്ലോ മുസ്ലിമിലുണ്ടല്ലോ, എന്താ ചെയ്യാ? എന്നാ പിന്നെ ഹദീസ് ഒന്നും ശരിയല്ല, ആ ആയത്തും ശരിയല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ 72 അൽമനാർ ലേഖനമോ അത് മൻസൂഖായി പോയി, അത് ഞെരുക്കൂല. അവിടെയാണ് പ്രതിസന്ധി. അവിടെയാണ് പ്രതിസന്ധി. മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രതിസന്ധി ഒന്നുമില്ല. ഈ ആര് ഏതൊക്കെ നിലയ്ക്ക് വഴിമാറിപ്പോയോ അവർ സ്വാഭാവികമായും പ്രതിസന്ധിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ അല്ലാത്ത വേറെ മാർഗമൊന്നുമില്ല, വേറെ വഴിയില്ല. ഇറങ്ങാൻ കഴിയും. നാട് മുഴുവൻ മുസ്ലിയാക്കന്മാർ ഇറങ്ങി ഒന്നാകെ നിരങ്ങിയിട്ടും എവിടെ ഒരാൾ പോലും രംഗത്തിറങ്ങി ഇതാ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ഒരാളെയും കണ്ടില്ലല്ലോ.